ന്യൂസിലൻഡ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് കടക്കുമ്പോൾ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനക്കാര്യത്തിൽ നിന്നും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെയുള്ള ശ്രമം. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ചർച്ചകളും നിർണായകമായി. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തലാലിന്റെ സഹോദരൻ എതിർപ്പ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നതായുള്ള റിപ്പോർട്ടുകളും വരികയാണ്. വധശിക്ഷ തന്നെ നൽകണം, ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. നൽകിയത് മഹത്തായ സന്ദേശമാണെന്നും കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം MV ഗോവിന്ദൻ പ്രതികരിച്ചു. വളരെ ഗൗരവമുള്ള പ്രശ്നം. നമുക്കെല്ലാം അറിയുന്നതുപോലെ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. 1920 മുതൽ ഈ പ്രശ്നം ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അതിൽ ഇടപെട്ട് കാന്തപുരം വകുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട കൗൺസിലറായി ഇപ്പോൾ മാറിയിരിക്കുക. കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം APയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് നടക്കുന്ന ചർച്ചകൾ, അത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഒരു വശത്ത്, കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായിട്ട് ഇടപെടൽ മറുവശത്ത്. പക്ഷേ അപ്പോഴും ഈ പന്ത് എന്ന് പറയുന്നത് തലാലിന്റെ കുടുംബത്തിന്റെ കോർട്ടിൽ തന്നെയാണ്. നേരത്തെയും ഇതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതൊരു പ്ലാന്റ് മർഡറാണ്, ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചതല്ല, കരുതി കുട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള പ്രതികരണങ്ങൾ പലപ്പോഴായിട്ട് ഈ കുടുംബം നടത്തിയ റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. ആ തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെ തലാലിന്റെ സഹോദരൻ വീണ്ടും നടത്തുന്നു എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദിയാധനം സ്വീകരിപ്പിക്കുന്നതിൽ എത്രത്തോളം പ്രതീക്ഷയാണ് ഉണ്ടാകുക? കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞതുപോലെ ഇതിൽ ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഈ സ്വാധീനിക്കാൻ കഴിയും? എന്ത് ചിത്രമാണ് വ്യക്തമാകുന്നത് ഈ നിമിഷത്തിൽ? അപർണ, തുടർച്ചയായ മൂന്നാം ദിവസവും ഈ മധ്യസ്ഥ ചർച്ച തുടരാൻ പോവുകയാണ്. അതായത് ഇന്ത്യൻ സമയം 1 മണിക്കാണ് ഈ ചർച്ച ആരംഭിക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ തലാലിൻ്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലും പിന്നോട്ടില്ല, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ വായിക്കാം അപർണ. അതായത് മുൻ വർഷങ്ങളിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ഞങ്ങളുടെ നിലപാടിൽ ഒരു ഇഞ്ച് പോലും മാറ്റമുണ്ടാക്കിയിട്ടില്ല. ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുക എന്നതാണ് നിയമം. അത് മാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമാകൂ. വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചത് അപ്രതീക്ഷിതമാണ്. ഞങ്ങൾ ഒരു അനുരഞ്ജനത്തിനും തയ്യാറാവുകയില്ല എന്ന് അവർക്കറിയാമെന്നിരിക്കെ ഈ നടപടി ദൗർഭാഗ്യകരമാണ്. വധശിക്ഷ തീയതി തീരുമാനിച്ച ശേഷമുള്ള അനുരഞ്ജനം ഒരു തരത്തിലും സാധ്യമല്ല. വധശിക്ഷ നടപ്പാക്കുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ശിക്ഷ വൈകുന്നതോ സമ്മർദ്ദമോ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല. പണം നൽകി രക്തം വാങ്ങാനാവില്ലെന്നും സത്യം മറച്ചുവെക്കാനാകില്ല എന്നും എത്ര തന്നെ വൈകിയാലും കൊലപാതകത്തിനോടുള്ള പ്രതികാരം നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അബ്ദുൾ ഫത്താഖ് മെഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഈ അനുരഞ്ജന നീക്കം സാധ്യമല്ല എന്ന് തന്നെ ഈ കുടുംബം പറയുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കുറിപ്പ് പുറത്തു വരികയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൻ്റെ പിന്നാലെ ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ച
സൂഫി പണ്ഡിതനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടന്നു, അതായത് ഫോണിൽ സംസാരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിലെ സാഹചര്യം അദ്ദേഹം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ കുടുംബത്തെ മുഴുവൻ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ. അത്രത്തോളമുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇത് നിൽക്കുന്നത്. അതായത് അപർണ, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഈ അനുനയിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മറ്റൊന്ന്, ഒപ്പം തന്നെ ഗോത്രവിഭാഗ നേതാക്കളെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഗോത്രവിഭാഗം ഇതിന് ആദ്യകാലം മുതൽ തന്നെ എതിരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ ഈ 2 ദിവസത്തെ ചർച്ചകൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ കുടുംബവുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സൂഫി മതപണ്ഡിതന്റെ ഇടപെടലോട് കൂടിയാണ് ഇത്തരത്തിലൊരു സാധ്യത കൂടി, അല്ലെങ്കിൽ കുടുംബവുമായി ഒരു ചർച്ച നടത്താനുള്ള സാധ്യത കൂടി വഴിയൊരുക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ കുടുംബത്തിലെ ഒരു വിഭാഗം ആളുകൾ ഇതിനോട് ഒരു അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദിയാദനം സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്തു. ആക്ഷൻ കൗൺസിൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതിനിധികളും അതേ രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. അത് മാത്രമാണ് നിലവിൽ നിൽക്കുന്നത്. മറ്റൊന്ന്, ഈ നടപടി, അതായത് സന ക്രിമിനൽ കോടതിയുടെ നടപടി, ശിക്ഷാവിധി ഇന്ന് നടപ്പാക്കേണ്ടത് നീട്ടിവെക്കുന്നു. അതിലൊരു പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സമയം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന സഹോദരൻ്റെ തന്നെ രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ അത് ഒട്ടും ആശാവഹമല്ല എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള ചർച്ചകൾ ഏത് തരത്തിൽ പോകും? ഒപ്പം തന്നെ ഇന്നത്തെ ചർച്ച, ഇന്ന് 1 മണിക്ക് നടക്കാൻ പോകുന്ന, ഇന്ത്യൻ സമയം 1 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ച, ആ മധ്യസ്ഥ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാവും മുന്നോട്ട് വെക്കാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതിനോട് ഈ കുടുംബം വഴങ്ങുമോ, അതോ അല്ല ഈ റിപ്പോർട്ട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ സഹോദരൻ അബ്ദുൽ ഫത്തലി കുറിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ ഒരുപക്ഷെ മോചനവും ഒപ്പം തന്നെ ഈ ശിക്ഷാവിധി റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പിന്നാക്കം പോകും, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകൾ മങ്ങുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും മിഥുൻ, ഇതിൽ യമനിലുള്ള സൂഫി പണ്ഡിതരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തുക, അതാണല്ലോ ഡയറക്റ്റ് ആയിട്ട്, അതോ ദലാലിന്റെ കുടുംബം തന്നെ ഈ ചർച്ചയിൽ പരിപൂർണമായിട്ട് പങ്കെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു മീഡിയേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾക്ക് വരുന്നു? ഇതിനുള്ള സ്ഥിരീകരണം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ ഒരു അനുകൂലമായിട്ടൊരു നിലപാടുണ്ടായതുകൊണ്ടാണ് ഈ ശിക്ഷ നീട്ടിവെക്കാൻ എങ്കിലും അതിലേക്കെങ്കിലും കാര്യങ്ങൾ കടന്നത്. പിന്നീട് ഈ ദിയാദനം സ്വീകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അപ്പോൾ ആദ്യത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചന തലാലിൻ്റെ സഹോദരൻ്റെ അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കണക്കാക്കണോ, അതോ അത് ഒരു പക്ഷേ സഹോദരൻ മാത്രം എടുത്തൊരു തീരുമാനമാകാം, ചിലപ്പോൾ കൂടുതൽ കുടുംബാംഗങ്ങൾ അങ്ങനെ അല്ലാത്തൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടോ? അതിൽ ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളിടത്ത് ചർച്ചകൾക്കുള്ള വഴി അടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണല്ലോ. അപർണ, അതിലൊരു കാര്യം, തുടക്കം മുതൽ തന്നെ ഈ തലാലിന്റെ സഹോദരൻ ഇതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു, എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലായിരുന്നു. ഞാൻ തിരികെ എത്താം. ഞാൻ മിഥുൻ തുടരുക. ഇപ്പോൾ കാന്തപുരം വിഭാഗം പ്രതിനിധി ശ്രീ മുഹമ്മദ് അലി കിനാലൂർ നമുക്ക് പറ്റുന്നു. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഒരു പ്രതീക്ഷയുടെ വഴിയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. കാന്തപുരത്തിന്റെ തന്നെ ഇടപെടൽ കൊണ്ട് അത് ഇന്നലെ ആ ശിക്ഷ നീട്ടിവെപ്പിച്ചപ്പോൾ തന്നെ ഒരു നാട് മുഴുവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു തുരത്തിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അത് സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിൽ പോലും ഈ തലാലിന്റെ സഹോദരന്റെ പ്രതികരണങ്ങളൊക്കെ കുടുംബം മുൻപെടുത്ത ചില നിലപാടുണ്ട്. അതായത് ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല, വധശിക്ഷ ഒഴിവാക്കുകയില്ല എന്നുള്ളൊരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും കടക്കുന്നു എന്നാണോ? ഈ ചർച്ച തുടരുകയാണല്ലോ. ഈ ചർച്ച തലാലിന്റെ കുടുംബത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയല്ലേ നടക്കുന്നത് അവിടെ? തീർച്ചയായും തലാലിന്റെ ഉറ്റവരുമായി ചേർന്ന്, ബന്ധുക്കളുമായി ചേർന്നുള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്, ഇനിയും തുടരുകയും ചെയ്യും. നീണ്ട കാലത്തെ ഒരു കേസാണ്. അവരുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, മൃതദേഹം കഷ്ണങ്ങളായി മുറിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വലിയ ക്രൈം അതിനകത്ത് നടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു വിഷയവും കൂടിയാണത്. അങ്ങനെ ഒരു വിഷയത്തിൽ സ്വാഭാവികമായി സഹോദരനെ പോലെ ഒരാൾ കടുത്ത നിലപാട് സ്വീകരിക്കുക എന്നതിനെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൽ മനംമാറ്റം ഉണ്ടാക്കാനുള്ള ഇടപെടലുകളാണ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാവുന്ന ഒരു സ്പേസ് തുറന്നു കിട്ടിയത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കിട്ടിയത് നമുക്ക് കഴിഞ്ഞ 1-2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ ഈ 2 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പൊടുന്നനെ മാറുമെന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല.
അങ്ങനെ ചിന്തിക്കുന്നതും ശരിയാകില്ലല്ലോ. അതിന് കുറച്ച് സമയമെടുക്കും. ആ സാവകാശം എടുക്കാൻ വേണ്ടിയാണ് വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്കുള്ള ഇടപെടലുകൾക്ക് പ്രാമുഖ്യം നൽകി ഇന്നലെയും മിനിയാന്നുമൊക്കെയുള്ള അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായി ആ കുടുംബത്തിന്റെ അകത്ത് തന്നെയുള്ള ആളുകളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് വധശിക്ഷ നീട്ടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇനി ഈ സഹോദരന്റെ വൈകാരികമായ കുറിപ്പാണ് തീർച്ചയായും ഈ സമയത്ത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, അവിടുത്തെ സാമൂഹിക ഘടന, അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളുടെ പ്രാമുഖ്യം, ഇതൊക്കെ ഒരു പ്രധാനമാണ്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഒരു സഹോദരൻ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ടാവുക. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ആ സുഹൃത്തിനും ഉണ്ടാകും. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനർത്ഥം നമുക്ക് നിരാശപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതല്ല. അവിടെ ഏറ്റവും സ്വാധീനമുള്ള പണ്ഡിതന്മാരെ തന്നെ, മതനേതാക്കളെ തന്നെ ഉപയോഗപ്പെടുത്തിയാണ് ചർച്ചകൾ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും നിരാശപ്പെടേണ്ട ഒരു സാഹചര്യമല്ല എന്നാണ് ഇന്നത്തെ ഈ കുറിപ്പിന് ശേഷവും എനിക്ക് പറയാനുള്ളത്. ആ ചർച്ചകൾ തുടരും. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, എത്ര സമയത്തേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിപ്പോ തൽക്കാലത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളതാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിലൊരു ഒരു ഒരു വളരെ ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഈ ചർച്ചകൾ ഇനിയും തുടരുന്നൊരു സാഹചര്യമുണ്ടോ? ഈ ദിയാദനവുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ആ ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണോ? രണ്ട് തരത്തിൽ അവർക്ക് ഈ കുടുംബത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. ഒന്നാമത്തേത് ധനമോ മറ്റു കാര്യങ്ങളോ സ്വീകരിക്കാതെ നിരുപാധികമായി നിമിഷപ്രിയക്ക് മാപ്പ് നൽകുക എന്നതാണ് അവർക്ക് സ്വീകരിക്കാവുന്ന കാര്യം. രണ്ടാമത്തേത് ദിയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പേപ്പറുകളിൽ അതിനുള്ള കാര്യങ്ങൾ നടത്തുക എന്നതാണ്. അപ്പോൾ ഈ രണ്ട് ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനമാണ്. ഒറ്റ സെക്കൻഡ് ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, ഒറ്റ സെക്കൻഡ് ഒന്ന് തുടരണേ. താങ്കൾ ചാണ്ടി ഉമ്മൻ MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഈ നടക്കുന്ന എല്ലാവരുടെയും ഇടപെടലുകൾ നടക്കുന്നതിൽ താങ്കളടക്കം ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇന്നും ചർച്ചകൾ ഞാനിനി ആഗ്രഹിക്കുന്നത് എന്താ അറിയാമോ? ഞാനിനി ആഗ്രഹിക്കുന്നത് ഇനി ഒരു ചർച്ചയും നമുക്ക് പബ്ലിക് മീഡിയത്തിൽ വേണ്ട. കാരണം ഇത് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനേ സഹായിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്കിനി ചർച്ചകൾ അവസാനിപ്പിച്ച് ആ ചർച്ചകൾ അകത്തളങ്ങളിൽ നടക്കുന്ന ചർച്ചകളും അതുപോലെ ഇതേപോലെ ചർച്ചകൾ കൂടുതൽ ചില കാര്യങ്ങൾ എങ്കിലും, എല്ലാ കാര്യങ്ങളല്ല, ചില കാര്യങ്ങളെങ്കിലും നമുക്ക് വഷളാക്കുന്നുണ്ട് എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ അഭ്യർത്ഥന, സോഷ്യൽ മീഡിയയിലെ ചർച്ചയെങ്കിലും അടിയന്തരമായിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ട്. നമ്മൾ നിൽക്കുവാണ്, അതല്ല അവിടെ എത്തുന്നു എന്ന് വലിയ ഒരു സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകമായുള്ള അഭ്യർത്ഥനയാണ്. നമുക്ക് ഈ ചർച്ചകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിമിഷപ്രിയ മോചനത്തിന് വേണ്ടി ശ്രീ ചാണ്ടി ഉമ്മൻ, തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടും ശുഭകരമല്ലാത്ത ഒരു പ്രതികരണമൊക്കെ നടത്തി. അതായത് ഇതിൽ നിന്നും ഇവിടെ നിന്ന് പോകുന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി ചർച്ചകളിലേക്ക് ഞാനില്ല. നമുക്ക് ഈ ചർച്ചകളെ വേണ്ട. അത് അതിന്റെ പ്രോസസ്. ഈ തലാലിന്റെ സഹോദരൻ ആ തരത്തിലാണ് പ്രതികരിച്ചത്. അങ്ങനെയുള്ള അത് നമ്മൾ അങ്ങനെ സ്ഥിരീകരിക്കുന്ന സൂചനകളുണ്ടോ? ഞാനതിനെ കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനതിനെ കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ കുറിച്ച് പബ്ലിക് ഫോറത്തിൽ സമൂഹത്തിന് പരം ദോഷമായിരിക്കും. അതുകൊണ്ട് ചർച്ച റേഞ്ച് വിഷയമുണ്ട്. ഇതിനകത്തൊരു തുറന്ന ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലെങ്കിലും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കും. തലാലിന്റെ സഹോദരന്റെ പ്രതികരണം അതുകൊണ്ടാണ് എന്നുള്ളൊരു മറുപടി ചാണ്ടിയുമ്മന്റെ ഭാഗത്തുണ്ട്. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, യമനിലാണ്. സ്വാഭാവികമായിട്ട് 2016 ശേഷം അങ്ങോട്ട് പോകാൻ തന്നെ വയ്യ. സമൂഹ മാധ്യമങ്ങൾ വഴി ഇവിടെ നടക്കുന്ന ചർച്ചകൾ യമനിൽ ഏത് തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ അത് ഒരു ചോദ്യമാണ്. പക്ഷേ നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ ജീവന്റെ വിഷയമാണല്ലോ. അങ്ങനെയുള്ള ചില ഇമ്പാക്റ്റുകളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെ ഒരു സൂചന നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു സൂചനയുണ്ട്. ഞാൻ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് ആരാഞ്ഞിരുന്നു. കാരണം ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പോലും നമ്മുടെ മലയാളികൾ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ പോലും വളരെ മോശമായ വിധത്തിൽ കമന്റുകൾ ചെയ്യുന്ന, അഥവാ അവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ കമന്റുകൾ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത് സ്വാഭാവികമായും അവർ എടുത്ത ഒരു നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും
അത് അവരുടെ ഒരു പരാജയമാണ് എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ ചില സുഹൃത്തുക്കൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്ന ആളുകളെ നമ്മുടെ മലയാളികൾ എന്ന് വിളിക്കാവുന്ന ആളുകളെ കാണേണ്ടി വരികയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ഈ സമയത്തെങ്കിലും സംയമനം പാലിക്കുകയും നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിയായ യുവതി അവിടുത്തെ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള ഒരു വിടുതലിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കാലങ്ങളായി ആ ശ്രമം നടക്കുന്നുണ്ട്. ഈ ഉസ്താദിന്റെ നേതൃത്വത്തിലും ആ ശ്രമമാണ് നടക്കുന്നത്. അഥവാ അവിടെ നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള, നിയമം അനുവദിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായും തലാലിന്റെ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന്റെ തീരുമാനം വളരെ പ്രധാനമാണ്. വധശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അവർ തീർച്ചയായും മനസ്സ് വെക്കേണ്ടതുണ്ട്. അവർ ആ മനസ്സിലേക്ക് കൊണ്ടുവരിക, ആ മനംമാറ്റം സാധ്യമാക്കുക എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയപരമായ കൂടി പ്രാധാന്യമുള്ള ഒരു ഇടപെടലിന്റെ പശ്ചാത്തലം. പക്ഷെ അതിനെ തികച്ചും തുരങ്കം വെക്കുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അത് സമാഹരിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിലേക്കും ഒക്കെ സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഏത് തരം മനസ്സാണ് പുലർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ സങ്കടകരമാണ്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മലയാളികൾ ആദ്യം ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഈ വിഷമനസ്സുകളെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനും കൂടുതൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. നന്മകൾ സംഭവിക്കട്ടെ, അത് സംഭവിക്കുക എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ സമയത്ത് ഉള്ളത്. നമുക്ക് അതിന് എല്ലാവർക്കും വേണ്ടി തീർച്ചയായിട്ടും ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, അങ്ങനെ ഒരു സമൂഹ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലും ഉണ്ടാകരുത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് മാധ്യമങ്ങൾ കൂടി തന്നെയാണല്ലോ. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കരുത് എന്ന് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികളോട് പറയേണ്ട ബാധ്യത കൂടി നമുക്ക് ഇപ്പോഴുണ്ട്. ഇല്ലെങ്കിൽ ആ സന്ദേശം പോലും എത്തിക്കാൻ കഴിയാതെ വരും. പക്ഷേ നിങ്ങളടക്കമുള്ള കാന്തപുരത്തിന് വിഭാഗങ്ങളടക്കമുള്ളതിൽ ഈ ചർച്ചകൾ ഈ മണിക്കൂറുകളും തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം, അല്ലേ? തീർച്ചയായും ചർച്ചകൾ, ഇന്നലെ ഉസ്താദ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെയും പറഞ്ഞ കാര്യം, ചർച്ചകൾ പൂർത്തിയായിട്ടില്ല, ചർച്ചകൾ തുടരുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചർച്ചകൾ തുടരും. ആ ചർച്ചകൾ ഫലവത്താകാൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളുടേതടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴേക്ക് പോയി നോക്കിയ സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിലേക്കൊക്കെ എന്തെല്ലാം സന്ദേശങ്ങളായിരിക്കും പോയിരിക്കുക. കേരളത്തിൽ നിന്നുള്ളൊരു മതപണ്ഡിതൻ ഇടപെട്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തോട് ആ മതപണ്ഡിതന്റെ ഉസ്താദിന്റെ സംഘടനാപരമായ ലൈനിനോടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവർ പോലും ഒരുമിച്ച് സ്വാഗതം ചെയ്യുമ്പോഴാണ് ഇതിനെ ഘടകവിരുദ്ധമായ വിധത്തിൽ, തുരങ്കം വെക്കുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ നീക്കങ്ങൾ നടത്തുന്ന എല്ലാവരോടും വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് തർക്കങ്ങളൊക്കെ ഉന്നയിക്കാൻ ഇനിയും സമയങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മലയാളിയായ ഒരു യുവതിയുടെ ജീവൻ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും സംഘടനാപരമായ ക്രെഡിറ്റ് എടുക്കുക എന്നതൊന്നുമല്ല താല്പര്യം. അതിനെ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക. അവർക്കൊപ്പം നിന്നില്ലെങ്കിലും ഈ നീക്കത്തെ ദ്രോഹിക്കാതിരിക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകണമെന്ന് അത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. നന്ദി. മുഹമ്മദ് അലി കിനാലൂരാണ് പ്രതികരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാന്തപുര വിഭാഗത്തിന്റെ പ്രതിനിധി. ഒപ്പം ചാണ്ടി ഉമ്മന് പറഞ്ഞ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രൻ, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു പ്രതീക്ഷയുടെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ തലാലിന്റെ സഹോദരന്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വരിക, ഈ ചർച്ച പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാന്തപുരം വിഭാഗം പറയുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ഏത് തരത്തിലാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു മരവിപ്പിക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക്, ഒരു നിരുപാധികം മാപ്പ് കിട്ടുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ എങ്ങനെ കാണുന്നു ഈ സമയത്ത്? അത് സ്വാഭാവികമായും നിർണായകമായ ചില ചർച്ചകളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരേണ്ട തീരുമാനമാണ്. ആ തീരുമാനം എടുക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം, ശരിയായ നിയമപ്രകാരം പൂർണ്ണമായും വിക്ടിമിന്റെ ഫാമിലിയാണ്. ഈ തലാലിന്റെ കുടുംബമാണ് അത് എടുക്കാൻ ഈ കേസിനകത്ത് അധികാരപ്പെട്ടിരിക്കുന്നത്. അവർക്കാണ് അതിന്റെ പൂർണ്ണമായുള്ള അധികാരമുള്ളത്, അവകാശമുള്ളത്. അവർ അതിനകത്ത് ഏതെങ്കിലും ഒരാൾ, ഇതിനകത്ത് കുടുംബത്തിന്റെ നാഥൻ, കുടുംബത്തിന്റെ തലവൻ മാത്രമല്ല അഭിപ്രായം പറയേണ്ടത്. അതിനകത്ത് കുടുംബവുമായി അടുത്ത് നിൽക്കുന്ന വളരെ അടുത്ത ബന്ധുക്കൾക്ക് എല്ലാവർക്കും അതിന് അർഹതയുള്ള ഒരു പ്രോസസ്സാണ് ഈ ബ്ലഡ് മണി പ്രോസസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ മകനോ മകളോ തുടങ്ങി അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും അതിനകത്ത് ഒരു വ്യത്യസ്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യമാണെന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ ഞാൻ ജിനാദ് പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു. ഞാനും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പോയി നോക്കിയിരുന്നു.
നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പിന്നെ പോരടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ മറ്റ് പല വ്യക്തികളുടെയും പ്രമുഖ വ്യക്തികളുടെയും അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ഒക്കെ താഴെ പോയി കൂട്ടമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കേസിനകത്ത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി മാത്രമേ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മിണ്ടാതെ നമ്മൾ അവർക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് പരമാവധി ചെയ്യാൻ സാധിക്കുക അവരോട് മാപ്പിരക്കുക എന്നുള്ളത് മാത്രമാണ്. ആ കുടുംബത്തോട് നിരുപാധികം നിങ്ങൾക്ക് നിമിഷയെ യഥാർത്ഥത്തിൽ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ തന്നെ പോയി എഴുതണം എന്നുണ്ടെങ്കിൽ നിരുപാധികം മാപ്പിരക്കുന്ന ഈ കുടുംബത്തോട് എന്നുള്ള കാര്യം മാത്രം എഴുതുക, അല്ല എഴുതാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവരെ അത്തരം കാരണം സ്വാഭാവികമായി നമ്മൾ എഴുതുന്ന ഭാഷ അവർക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അത് ഈ പറയുന്ന അബ്യൂസീവ് ആണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുക. നമ്മൾ തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആയാലും അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെല്ലാവരും നമ്മൾ നിരുപാധികമായി അത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ആ തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ മാപ്പിരക്കുന്നു, അതിനാവശ്യമായ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്, പ്രായശ്ചിത്ത ധനം ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്നുള്ള ഒരു അപേക്ഷയാണ് അവരുടെ മുമ്പിൽ വെക്കുന്നത്. ആ അപേക്ഷ സ്വീകരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായും ആ കുടുംബമാണ്. അത് ആ തീരുമാനം എടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഇടപെടലുകൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഇത് ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമാണ് ഇത്തരമുള്ള കേരളീയ സമൂഹത്തോട് നന്ദി. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ആ പറയുന്ന ആ തീരുമാനത്തിനകത്ത് ആ പറയുന്ന ആ നിലപാടിൽ അത് തീർച്ചയായിട്ടും കേൾക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഏത് തരത്തിലുള്ളൊരു സന്ദേശമാണ് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവ് ശ്രീ ടോമി തോമസ് നമുക്ക് ചേരുന്നു. വലിയൊരു പ്രതീക്ഷയിലേക്ക് കുടുംബം എത്തി. ഇന്നലെ ഈ ശിക്ഷ നീട്ടിവെച്ചതോടുകൂടി എങ്ങനെയാണ് കാണുന്നത്? ഈ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയും ആശ്വാസവും ഏത് തരത്തിലാണ്? ഞങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലോ. നിമിഷപ്രിയനെ രക്ഷിച്ച് നാട്ടിലെത്തിക്കുക എന്നുള്ളത് ഇതിനകത്ത് ഇടപെടുന്ന എല്ലാവരുടെയും ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പം അതിന്റെ ഇന്നലത്തെ ആ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ സന്തോഷമായി. ഇനി ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അപ്പം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും, അതായത് ആക്ഷൻ കൗൺസിലുകാർ 5 വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും, അതോടൊപ്പം തന്നെ സാമൂഹ്യ സാർ അവിടെയുണ്ട്, എംബസി ഉണ്ട്, അമ്മ അവിടെയുണ്ട്, അമ്മയ്ക്ക് ആവുന്ന പോലെ അമ്മയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, അതിനകത്ത് എല്ലാവരും ഇന്നത്തെ ഹാർഡ് വർക്ക്. ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഇതിന്റെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഫലമായിട്ടൊക്കെ ഇവിടം വരെ എത്തിയിരിക്കുന്നു. അപ്പൊ ഇനിയും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്പീഡപ്പായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. അത് അത്രമാത്രം സന്തോഷമുള്ള വാർത്തയും നല്ല, പക്ഷെ എങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി ഒത്തിരി കടമ്പകൾ കിടക്കാണ്ട് അതിലേക്ക് എല്ലാവരുടെയും സഹകരണവും സഹായവും ഇടപെടലുകളും ശക്തമായിട്ട് തന്നെ നടത്തി എത്രയും പെട്ടെന്ന് ആളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഒരു വിജയം കാണുക. അത് വിജയം കാണുക തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അതിലേക്ക് എല്ലാവരും പങ്കുചേരുക. ശ്രീ ടോമി തോമസ്, ഈ സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ വരിക, അത് അവരുടെ തലാലിന്റെ കുടുംബാംഗങ്ങളെ പ്രകോപിപ്പിക്കുക, അങ്ങനെ സഹോദരന് ഇതിനെതിരായിട്ട് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തി എന്നൊക്കെയാണ് അറിയുന്നത്. നിങ്ങൾ അറിഞ്ഞിരുന്നോ അങ്ങനെ ഒരു വിഷയങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ അറിയാതിരിക്കല്ലോ. ആദ്യം നിമിഷ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആദ്യം അറിയിക്കുന്നത് തന്നെയാണ്. അതിനുശേഷമാണ് അങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ പറയുമ്പോഴാണ് മറ്റുള്ളത് പറഞ്ഞു. എനിക്കിപ്പോ ഇവിടുന്ന് അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ഇടപെടുന്ന ആൾക്കാർ അത്രയും പ്രാമുഖ്യമുള്ള ഒരാളൊന്നും അല്ലല്ലോ. നമ്മൾ ഇതിനകത്ത് ഇടപെടുന്ന നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിമിഷപ്രിയയുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു, അവർ ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതാണ് ഒറ്റ വാക്ക് ഞാൻ പറയുന്നു. രക്ഷിക്കാൻ നിൽക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ശിക്ഷിക്കാൻ നിൽക്കുന്നു, നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതിലെന്താ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഒരു സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. അത് മറ്റുള്ളവരുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകാതിരിക്കുവാണെങ്കിൽ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ യമൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് അവിടുത്തെ അവസ്ഥ അറിയാലോ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എംബസി ഇല്ല, ഗവൺമെന്റ് ഇല്ല, യുദ്ധമാണ്, നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യത്തിന്റെ പ്രത്യേകത അറിയാതെ അവിടെ ഇവിടെ ഒന്നും ചർച്ചകൾ പാടില്ല. ഓൾറെഡി എന്താണ് വേണ്ടത്? നിമിഷപ്രിയെ രക്ഷിക്കാൻ ആരായാലും അതിനകത്ത് പ്രതികരിച്ചിക്ക് വേണ്ട ഒരു കാര്യമൊന്നും പറയുന്നത് ശരിയല്ല. അതിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്നത് സത്യം തന്നെയാണ്. ഇതിന് മുമ്പും ഉണ്ട്. എനിക്കെന്റെ സത്യങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഇന്നും അത് പറയാത്തതിന് കാരണം വെച്ചാൽ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യങ്ങൾക്കുമായിട്ട് തടസ്സം വരും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും ഞാൻ തിരുത്തിയ ഒരാളാണ്. ഞാൻ ഇപ്പോഴും എഫക്ട് എടുക്കുന്നുണ്ട്. എന്റെ വിഷമം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ ഇന്നും
ഭാര്യയെ രക്ഷിച്ചിട്ട് വേണ്ടി ഞാൻ പലതും ഞാൻ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്നുണ്ട്. എന്റെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ എങ്കിൽ പോലും സഹായിക്കുന്ന ആൾക്കാര്, ഇടപെടുന്ന ആൾക്കാര് എല്ലാവരും മാക്സിമം ഈ അങ്ങോട്ട് നമ്മളൊന്നും അല്ലാതെ കൈകൂപ്പി നിൽക്കല്ലാതെ വേറെ വഴിയില്ല. കാരണം ആ രാജ്യത്തിന്റെ പ്രത്യേകത കാരണമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് ഇപ്പൊ പറയാൻ പാടില്ല. ഇപ്പോഴും അതിന് മുമ്പും പാടില്ലായിരുന്നു. അതുകൊണ്ടൊന്നും പറയാതിരിക്കും ഞാൻ പോലും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാനൊക്കെ നേരത്തെ അറിഞ്ഞാണ്, ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ള റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളൂ. ശ്രീ ടോമി തോമസ്, ആരെങ്കിലും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് തടയാൻ ശ്രമിക്കുന്നു, അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നല്ലെങ്കിൽ എന്റെ അമ്മ, ഞാനത് വ്യക്തമായിട്ട് പിന്നീട് പറയുന്നുണ്ട് ഞാൻ. ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% ശരി തന്നെയാണ്. എന്റെ അമ്മ, എന്റെ ഭാര്യ, എന്റെ അമ്മ എന്ന് പറഞ്ഞ നിമിഷയുടെ അമ്മ എന്റെ അമ്മയാണ്. ആ അമ്മ നിമിഷ സാമുവൽ, ഇന്ത്യക്കാർ അവിടെ ഇതിനകത്ത് ഇടപെടുന്ന ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്നുള്ളത്. കാരണം അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും. അത് അവർക്ക് ബാധകമാണ്. എന്റെ അമ്മയ്ക്ക് ഏതായാലും ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന ഈ ചർച്ചകളിലേക്ക് ഉറ്റുനോക്കുക തന്നെയാണ്. അത് ഏകദേശം എപ്പോഴത്തേക്ക് ഇതിലൊരു തീരുമാനമൊക്കെ വരും? ഒരാൾ കാത്തിരിക്കുന്ന ആ തീരുമാനത്തിലേക്ക് വരുമെന്നുള്ള സൂചനകൾ എന്തെങ്കിലും അവിടെ നിന്നുണ്ടായോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനു മുമ്പ് തന്നെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് അതിശക്തമായിട്ട് ഭയങ്കര എഫക്ട് എടുത്തിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, പേപ്പർ വർക്കുകള്, സംസാരം, അങ്ങനെ പല കാര്യവും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പ്രത്യേകത അങ്ങനെയായി പോയി. മറ്റുള്ള രാജ്യത്താണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല. പക്ഷെ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നല്ല എഫക്ട് എടുത്ത് എത്ര വർഷങ്ങളായിട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ കാലതാമസങ്ങൾ പല കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ ചെന്ന് അനുഭവിക്കണം. ഞാൻ ആ രാജ്യത്ത് ജോലി ചെയ്ത ഒരാളാണ്. കുറച്ചുനാൾ ജോലി ചെയ്തത് ആ രാജ്യത്തിന്റെ പ്രത്യേകതയും അവിടുത്തെ കൾച്ചറും എല്ലാം എനിക്കറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡൻസ് നിൽക്കുന്നതിന്റെ കാരണം. അല്ലെങ്കിൽ ഞാനൊക്കെ വിഷമിച്ചു ആകെ ഇതായി പോയനെ. അത്ര അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ മുന്നിൽ നിന്നിട്ട് എന്റെ അമ്മയ്ക്കും എന്റെ കുഞ്ഞിനും വൈഫിനും കെയർ കൊടുക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും. കാരണം തന്നെയല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാർ, ഞാൻ അറിയാത്ത ആളുകളുടെ ഇടപെടലുകൾ നടന്നുകൊണ്ടല്ലോ ഇന്ന് വരെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. വധശേഷം വിധിച്ചിട്ട് വർഷത്തിലായി. ഇന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ആർക്കും. അങ്ങനെയല്ല കാര്യങ്ങൾ. പക്ഷെ ഇവിടെ വരെ എത്തി നിൽക്കില്ല. ദൈവം കൂടെ നിൽക്കും. പക്ഷെ ഒരു കാര്യങ്ങളുണ്ട്, യഥാർത്ഥ കാര്യത്തിലേക്ക് വന്നില്ല. അതിനെപ്പറ്റി പറഞ്ഞില്ല, പോട്ടെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേണ്ടുന്നത് എല്ലാവരും ഇടപെടലുകൾ ഭംഗിയായിട്ട് തന്നെ വരണം. നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് ഞാൻ ചെയ്തു അങ്ങനെ ഒരു കഥ വന്നാൽ അതിന്റെ ഭവിഷ്യത്തിൽ പോകുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഇവിടുന്ന് ട്രാൻസാക്ഷൻ പോകുന്നുണ്ട്. ഇത് പണ്ട് പോലെ ഉള്ളതാണ്, ഇന്നലത്തെ അല്ല. അങ്ങനെയുള്ള ഒരിക്കലും വരാൻ പാടില്ല. അത് വന്നാൽ എന്റെ ഭാര്യ, എന്റെ അമ്മ, ഇതിനകത്ത് ഇടപെടുന്ന സാമൂൽ സാറ്, അവരുടെ കാര്യം കട്ടപ്പോയായിരിക്കും. ആ രാജ്യത്തിന്റെ പ്രത്യേകത അറിയുന്നവർക്കാണെങ്കിൽ ചിന്തിക്കുക. തീർച്ചയായിട്ടും. ഏതായാലും നന്ദി ശ്രീ ടോമി തോമസ്. പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മണിക്കൂറുകളിൽ ഈ രീതിയിലുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണം, പലതരത്തിലുള്ള പ്രൊവക്കേഷൻസ് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു. MS അനീഷ് കുമാർ നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. കാന്തപുരം വിഭാഗത്തിന്റെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്ന സ്ഥലമുണ്ട്.